ഹായ് എവരിവൺ, ഞാൻ ഡോക്ടർ റബിന റഷീദ്, കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ, മുത്തൂറ്റ് ഹോസ്പിറ്റൽ, പത്തനംതിട്ട. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ചൈൽഡ്ഹുഡ് ഒബിസിറ്റി അഥവാ കുട്ടിക്കാലത്തെ പൊണ്ണത്തടി എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഓവർ വെയ്റ്റ് ആൻഡ് ഒബിസിറ്റിയുടെ പ്രിവലൻസ് വളരെയധികം കൂടിയിരിക്കുകയാണ്. ഇത് കാരണം നമ്മുടെ കുട്ടികൾ ഭാവിയിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാകുവാനും ദൂരവ്യാപകമായ കോംപ്ലിക്കേഷനുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനുമുള്ള സാധ്യതകൾ വളരെ വലുതാണ്. മെയിൻ ആയിട്ട് ചൈൽഡ്ഹുഡ് ഒബിസിറ്റിക്ക് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബിസിറ്റി അഥവാ എക്സോജീനസ് ഒബിസിറ്റി, രണ്ടാമത്തെ കാരണം പത്തോളജിക്കൽ ഒബിസിറ്റി ആണ്. ഈ എക്സോജീനസ് ഒബിസിറ്റി ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബിസിറ്റി ആണ് 98 to 99% കോസസും കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബിസിറ്റി ആണ്. ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം ഹെറിഡിറ്ററി ഓർ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് ആണ്. പത്തോളജിക്കൽ ഒബിസിറ്റി പിന്നിൽ പത്തോളജിക്കലായ കാരണങ്ങൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ഹൈപ്പോതൈറോയിഡിസം, പ്രത്യേകം തരം മരുന്നുകൾ ഉപയോഗിക്കുന്ന കുട്ടികളിലേക്ക് ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് ഓർ സ്റ്റിറോയിഡ്സ്, അതർവൈസ് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി, ഇതുപോലുള്ള കാരണങ്ങൾ പത്തോളജിക്കൽ ഒബിസിറ്റിക്ക് പിന്നിൽ ഉണ്ടാവും. ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയുടെ കോംപ്ലിക്കേഷൻസ് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ഗൗരവം മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിൽ മെയിൻ ആയിട്ട് വരുന്ന മെറ്റബോളിക് കോംപ്ലിക്കേഷൻസ് ആണ് ചൈൽഡ്ഹുഡ് ഒബിസിറ്റി മൂലം ഉണ്ടാകുന്നത്. പത്തോളജിക്കൽ കോംപ്ലിക്കേഷൻ മെയിൻലി ടൈപ്പ് 2 ഡയബറ്റിക് മെലിറ്റസ്, അതായത് നമ്മുടെ കുട്ടികൾ ഭാവിയിൽ പ്രമേഹ രോഗികളാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മുടെ പെൺകുട്ടികൾക്ക് PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറി ഡിസീസ് പോലുള്ള PCOD ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഹൈപ്പർ ആൻഡ്രോജനിസം നമ്മുടെ പെൺകുട്ടികളിൽ ഉണ്ടാകുന്നത് വഴി നമ്മുടെ പെൺകുട്ടികൾക്ക് അമിതമായ രോമ വളർച്ച, ഓയിലി സ്കിൻ ഓർ മുഖക്കുരു, അതർവൈസ് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ, അതല്ലെങ്കിൽ പെൺകുട്ടികളിൽ early puberty, അതായത് വളരെ നേരത്തെ അവർ വയസ്സ് അറിയിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഇതുകൂടാതെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും ഒബിസിറ്റി കാരണമായി ഉണ്ടാകുന്ന ഒരു മെറ്റബോളിക് കോംപ്ലിക്കേഷൻ ആണ്. ഇതുകൂടാതെ കാർഡിയോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് മെയിൻലി നമ്മുടെ കുട്ടികളുടെ രക്തത്തിലുള്ള ലിപ്പിഡിന്റെ അളവ് വളരെ കൂടുകയും ഭാവിയിൽ പതിയെ ഈ കൊഴുപ്പ് നമ്മുടെ കുട്ടികളുടെ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടി അതിറോസ്ക്ലിറോസിസ് ഉണ്ടാവുകയും നമ്മുടെ കുട്ടികളിൽ ഹൈപ്പർ ടെൻഷൻ ഓർ കാർഡിയോവാസ്കുലർ ഡിസീസസ്, ഭാവിയിൽ കുട്ടികൾ ഹാർട്ട് അറ്റാക്ക് പോലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. റെസ്പിറേറ്ററി കോംപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ മെയിൻലി ഉണ്ടാകുന്ന റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ ഒബ്സസീവ് സ്ലീപ്പ് അപ്നിയ. ഈ ഒബ്സസീവ് സ്ലീപ്പ് അപ്നിയ കാരണം ഉറങ്ങുന്ന ടൈമിൽ ഒബിസിറ്റി ഉള്ള കുട്ടികളിൽ ശ്വാസനാളികളുടെ ചുരുക്കം ഉണ്ടാവുകയും അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുകയും അത് കാരണമായി അവരുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് ഒബിസിറ്റി കാരണം ഉണ്ടാവാനുള്ള ഒരു റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻ ആണ്. ഇത് കൂടാതെ സൈക്കോളജിക്കൽ കോംപ്ലിക്കേഷനും ഒബിസിറ്റി കാരണമുണ്ട്. അതിൽ മെയിൻലി വരുന്നത് മൂഡ് ഡിസോർഡേഴ്സ്. കുട്ടികൾക്ക് ഒബിസിറ്റി കാരണം അവർക്കുണ്ടാകുന്ന ആത്മവിശ്വാസക്കുറവ്, കൂട്ടുകാരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അവർ ഏൽക്കേണ്ടി വരുന്ന കളിയാക്കലുകൾ, ഇത് കാരണം കുട്ടികൾ ഡിപ്രഷനിലേക്ക് വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.